അപ്പം ആദ്യമേ PM-ന് കൊടുക്കുമ്പോൾ അത് ട്രിവാൻഡ്രോയിട്ട് റിലേറ്റഡ് എന്തെങ്കിലും വേണം എന്നായിരുന്നു എന്റെ മനസ്സിൽ. അപ്പൊ പത്മനാഭസ്വാമി ആദ്യമേ ഫിക്സ്ഡ് ആയിരുന്നു. അത് എന്ത് പാറ്റേൺ ചെയ്താലും പത്മനാഭസ്വാമിയുടെ ഒരു എലമെന്റ് കൊണ്ടുവരണം എന്ന് എനിക്കുണ്ടായിരുന്നു. റെസിൻ ആർട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു റെസിൻ യൂസ് ചെയ്ത് നമുക്ക് പല പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ വേറെ ഇരിക്കുന്ന ജ്വല്ലറി മുതൽ ഈ ഫ്രണ്ടിലുള്ള ടേബിൾ വരെ അല്ലെങ്കിൽ അതിനും അപ്പുറം നമുക്ക് റെസിൻ എന്നൊരു മീഡിയം യൂസ് ചെയ്തിട്ട് പല സാധനങ്ങൾ ചെയ്യാൻ പറ്റും. പൊതുവെ ആൾക്കാർക്ക് എല്ലാവരും അറിയുന്നത് പ്രിസർവ് ചെയ്യാൻ പറ്റും, റെസിൻ യൂസ് ചെയ്ത് സാധനങ്ങളെ പ്രിസർവ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഹാരം മാത്രമേ പ്രിസർവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാധനം തോട്ട് ഉണ്ട്. പണ്ടത്തെ ജുറാസിക് പാർക്ക് സിനിമ അതിന്റെ അകത്ത് ഒരു മുട്ടയ്ക്കകത്തൊരു കൊതുകിരിക്കുന്ന ഒരു വിഷ്വൽ ഉണ്ട്. ശരിക്കും ആ മെറ്റീരിയലാണ് റെസിൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കുറെ അതിന്റെ ഒരു ട്രീറ്റഡ് വേർഷൻ ആണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. ഇത് എങ്ങനെ അല്ലാണ്ട് നമ്മളെ പറ്റിക്കാൻ നോക്കും. അതായത് ഇപ്പം പേയ്മെന്റ് കുറെ ഫ്രോഡ് സാധനമൊക്കെയാണ്. പേയ്മെന്റ് അയച്ചു സ്ക്രീൻഷോട്ട് ഒക്കെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഉണ്ടാക്കി അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം സാധനം ചെയ്ത് അയക്കൂ, ഞങ്ങൾ പേയ്മെന്റ് പിന്നെ തരാം, അങ്ങനത്തെ ഫ്രോഡ്ലൻസ് ഇങ്ങോട്ട് വരാറുണ്ട്. രജനി സാറിന്റെ ഒരു ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നരേന്ദ്രമോദി സാറിന്റെ ഒരു ഒറിജിനൽ ഇമേജ് എനിക്ക് കിട്ടി, എന്റെ ഗിഫ്റ്റ് കയ്യിരിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ എപ്പോഴും നമ്മളൊരു സക്സസ്ഫുൾ എത്തിക്കും. എനിക്ക് നന്ദഗോവിന്ദൻ ഭജൻസ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. ഹലോ വ്യൂവേഴ്സ്, ഞാനിന്ന് വളരെ ത്രില്ഡ് ആണ്. എന്താണെന്നല്ലേ, കാര്യം പറയാം. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹായ് നീതു. ഹായ്, ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിക്കോട്ടെ ആദ്യമായിട്ട്. ഹലോ ഹലോ, എന്താണ് ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കുകയാണ്? ഇതൊരു ചെറിയ വർക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഒരു ഓർഡർ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഒരു ചെറിയ ഗണപതി ഭഗവാന്റെ ഒരു സാധനം ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഗണപതി ഭഗവാനെ എന്തിനാണ് ചെയ്യുന്നതെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. ഇത് റെസിൻ ആർട്ടാണ്. ഇപ്പൊ വളരെയേറെ വാർത്താ പ്രാധാന്യം കൂടെ നേടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നീതു. കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. ഇവിടെ പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്ത വർക്ക് എല്ലാം ഇവിടെ ഇങ്ങനെ പൊതിഞ്ഞു വെക്കുവോ അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കുവാണ് ചെയ്യുന്നത്. ഞാനൊരു സാധനം കാണിച്ചു, ഇതൊക്കെ കണ്ടു. ഇത് ശരിക്കും നമ്മുടെ ശരിക്കുള്ള ജീവികളാണ് ഇതിൻ്റെ അകത്ത് പ്രിസർവ് ചെയ്ത് വെച്ചേക്കണം. ഞാൻ കൊന്നതല്ല, ഇതെല്ലാം ശരിക്കുള്ള മൂത്തൊക്കെയാണ്. വേട്ടാവളിയൻ, ഇതൊരു വണ്ട്, പിന്നെ ബട്ടർഫ്ലൈ ഉണ്ട്. ഇതൊക്കെ റിയൽ ബട്ടർഫ്ലൈ ആ. ഇതൊരു 5 വർഷം പഴക്കമുണ്ട് ഇതിന്. ഇത് റിയൽ ബട്ടർഫ്ലൈ ആ. അത് കേടാവത്തില്ല. വൺസ് ഇതിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ, റെസിനുള്ളിൽ പോയി കഴിഞ്ഞാൽ അത് കേടാവത്തില്ല. ഇങ്ങനെ ചെയ്യാനായിട്ട് വല്ല എൻക്വയറീസ് വന്നിട്ടുണ്ടോ? ലൈക്ക് എന്തെങ്കിലും എൻക്വയറീസ് വരുന്നുണ്ട്, പക്ഷെ അത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. പ്രൊമോട്ട് ചെയ്യുന്നല്ല, എനിക്കൊരു പേടിയുള്ളത് എന്ത് സാധനം കൊണ്ട് തരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് മുന്നേ ഒരു തവണ ഒരു പൂച്ചേന്റെ തലയൊട്ടി പ്രിസർവ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് പൂച്ചയാണോ എന്താണെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ചെയ്തില്ല. എന്താണുള്ളത്. ഇതൊക്കെ ഫ്ലവേഴ്സിൽ ചെയ്തേക്കുന്നത് അല്ലേ? ഇത് ആക്ച്വലി ഒരു കല്യാണ ഹാര പ്രിസർവേഷൻ ഉണ്ട്. വർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു സൈഡേ വർക്ക് കഴിഞ്ഞുള്ളൂ, മറ്റേ സൈഡിൽ ഇനിയും ചെയ്തെടുക്കാനുണ്ട്. വർക്കിന് ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ വരുന്നത് ഭയങ്കര മെസ്സായിരിക്കും, വൃത്തിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഫിനിഷ് ആയി വരുമ്പോൾ ഈ ഒരു ഗ്ലോസി ഫിനിഷിലോട്ട് വരും. ഈ ഒരു സൈഡ് ഞാനിപ്പോ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ് ഫുൾ ചെയ്യാൻ പറ്റും. എല്ലാവരും പറയും ഇത് മുകളിൽ വെച്ച് എടുത്താൽ പോരെ, പക്ഷെ അങ്ങനെ അല്ലാതെ എഡ്ജസ് ഒക്കെ ഇങ്ങനെ നല്ല ഷാർപ്പ് എഡ്ജാണ്. നമ്മൾ അതിനെ മൊത്തം ഹാൻഡ് വർക്ക് ചെയ്ത് സാൻഡ് ചെയ്ത് ടൂൾസ് ഉണ്ട് ഇത് വെച്ചിട്ട് ചെയ്ത് എടുക്കണം. ഹാൻഡ് വർക്ക് ആണ് മൊത്തം. പിന്നെ ഇതൊക്കെ ഇതേപോലെ ചെയ്ത് അതെ. ഇതാണ് നന്ദഗോവിന്ദത്തിന് കൊടുത്തു എന്ന് പറഞ്ഞ പെൻഡന്റ്. അവർ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാനൊരു 10-20 ചെയ്തു. 18 പേരാണ് അവരുണ്ട്. അപ്പം അവരുടെ ലോഗോയും മറു സൈഡിൽ ഓരോ പോസിറ്റീവ് സിമ്പിൾസും ആണ്. ഇതിപ്പോ ഒരു ഹീലിംഗ് ഹാൻഡ് ആണ്. ഇതൊരു സൺ മൂൺ തീമാണ്. 24/7 പോസിറ്റിവിറ്റിയും ആണ് അവർ തരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സോളാർ തീമിലാണ് ചെയ്തേക്കുന്നത്. ഇൻഫിനൈറ്റ് ആയിട്ട് ഒരു പൂവാണ്. അങ്ങനെ ആ ഒരു തീമിൽ ചെയ്തതാണിത്. ഇത് മുന്നേ പറഞ്ഞ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞ പീസ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒന്നാമത് യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഈ കോറലും ഈ സ്റ്റാർ ഫിഷും ഷെല്ലും ഒക്കെ റിയൽ ആണ്. എന്നിട്ട് ആ മുത്തൊഴികെ ബാക്കിയെല്ലാം റിയൽ സാധനങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ഒരു റിപ്പിൾ എഫക്ട്, അതായത് വെള്ളത്തുള്ളി വീഴുമ്പോൾ റൗണ്ട് എഫക്ട് അത് ചെയ്തേക്കുന്നത്. പെട്ടെന്ന് ഒരാൾക്ക് കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ നമുക്ക് റെസിൻ അതൊരു ലിക്വിഡ് ഫോമിലുള്ള സാധനം, അതിങ്ങനെ ഒഴുകി പൊക്കോണ്ടിരിക്കും. ആ ഒഴുകുന്ന ഒരു സാധനത്തിൽ ഇങ്ങനെ ഒരു എഫക്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക കുറച്ച് പാടുള്ള സാധനമാണ്. അത് അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയോണ്ട് ഇതൊരു പേഴ്സണൽ ഫേവറേറ്റ് സാധനമാണ്. വേറൊരു സാധനം കാണിച്ചു തരാം. ഇതൊരു ആർമി പേഴ്സൺ. അദ്ദേഹം മരിച്ചു. അദ്ദേഹം 58 വർഷം മുന്നേ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ വൈഫ് എനിക്ക് തന്ന ഓർഡറാണ് ഇത്. അദ്ദേഹത്തിന്റെ യൂണിഫോമിൽ ഉണ്ടായിരുന്ന ബട്ടൺസ് ആണ്. അദ്ദേഹത്തിന് കിട്ടിയ മെഡലാണ്. പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ മരിച്ചപ്പോൾ
അദ്ദേഹത്തിന്റെ ചിതാഭസ്മം കൊണ്ടുവന്ന പെട്ടിയാണിത്. അത് കേടായി ദ്രവിച്ചു പോയി. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇത് ഓർഡർ തന്നത് എന്റെ അമ്മൂമ്മയാണ്. ഇത് എന്റെ സ്വന്തം അപ്പൂപ്പന്റെ സാധനമാണ്. ഈ ചിതാഭസ്മത്തിന്റെ ഇത് കാണുമ്പോൾ മനസ്സിലാവും അതിന്റെ ചെയ്യാൻ പോകുന്നതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് വരാൻ ഏറ്റവും സ്പെഷ്യലാണ്. ഇതുവരെ അങ്ങനെ പേഴ്സണൽ സാധനങ്ങൾ അങ്ങനെ പ്രിസർവ് ചെയ്തിട്ടില്ല. അപ്പം ഇതിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടൊരു സാധനമാണ്. ഈ പെട്ടി നല്ലോണം അത് പോയി, ഫുൾ ദ്രവിച്ചു പോയി. ഇതിനൊരു അടപ്പൊക്കെ ഉണ്ടായിരുന്നു, അടപ്പെല്ലാം ദ്രവിച്ചു പോയി. ഇത് അമ്മൂമ്മ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചു. അതിനി ഈ ഫോമിൽ നിന്ന് കേടായി പോകരുതെന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് അത് പ്രിസർവ് ചെയ്യാന്ന് വെച്ചിട്ട് അമ്മൂമ്മ എനിക്ക് തന്നൊരു സാധനമാണ്. ഇതിങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെ ഒരു സാധനം അത് കാണുന്നത്. അല്ല, അത് മാത്രമല്ല, അപ്പൂപ്പൻ ഇത്രയും സാധനം ഇവിടെ ഉണ്ട് എന്നുള്ളതും ഈ മോദിജിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തല്ലോ. ഞാൻ മുന്നേ പറഞ്ഞു, അതായത് ഇങ്ങനെ ഒരു സാധനം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ ഇതിന്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് എന്റെ ബന്ധുക്കൾക്ക് പോലും, ഇവൻ എന്റെ അമ്മൂമ്മയ്ക്ക് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇത് കണ്ടപ്പോഴത്തേക്കാണ് പുള്ളിക്കാരിക്ക് ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഇനിയും നശിച്ചു പോകരുത് എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്, നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് തന്നതാണ് ഇതിൽ. കണ്ടുകൊണ്ട് നിന്നപ്പോ തന്നെ ഞാൻ അവിടെ ഭയങ്കരമായിട്ട് വേർത്ത് ഇങ്ങനെ വല്ലാണ്ടായി. അപ്പൊ എത്ര ബുദ്ധിമുട്ടിലായിരിക്കും ഇത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നമുക്ക് താഴേക്ക് പോയി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കാൻഡിഡേറ്റ്സ് എത്തിയ സമയത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം, അതായത് പ്രൈം മിനിസ്റ്റർക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞതായിട്ട് അറിഞ്ഞു. അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നത് നമ്മൾ അറിഞ്ഞു. അത് എങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ നമ്മൾ പത്മനാഭന്റെ തന്നെ അങ്ങനെ ഒരു രൂപം അങ്ങനെ സമർപ്പിക്കാം, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയത് എങ്ങനെയാണ്? അതിലൊരു ഇതുണ്ട്, അതായത് ഞങ്ങളുടെ വീട്ടിലെ ഇലക്ഷൻ ഇതിന്റെ ഭാഗമായിട്ട്, ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടായിരുന്നു, അറിയാലോ, പ്രചരണത്തിന്റെ ഭാഗമായിട്ട്. ആ സമയത്ത് BJP പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ വന്ന് ഒരു വെള്ളം ചോദിച്ചു വീട്ടിൽ വന്നിട്ട്. വെള്ളം സെർവ് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ ഞാനൊരു റെസിന്റെ ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ടേബിളാണത്. ആ ടേബിളിൽ വെച്ചിട്ടാണ് വെള്ളം സെർവ് ചെയ്തത്. അപ്പൊ അവര് ഒരു കണ്ടിട്ട് ക്യൂരിയോസിറ്റി, ഇതെന്താ സാധനം, ഇത് എവിടെന്നാ മേടിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കിയ സാധനമാണ്, ഇത് ഇന്നതാണ് പ്രത്യേകത, അതിൻ്റെ അകത്ത് റിയൽ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തൊരു ടേബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ മോദിജി ഇവിടെ ട്രിവാൻഡ്രത്തേക്ക് വരും, ആ സമയത്ത് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കാൻ, അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ ചെയ്യുമോ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഒരു സാധനം എത്തിക്കുക എന്നുള്ളത് ഭയങ്കര നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. ഞാൻ ഓക്കെ, അത് കൊള്ളാം, അങ്ങനെ ഒരു സാധനം മനസ്സിൽ കയറി പറ്റിയ ഒരു ആഗ്രഹം മുന്നേ ഉണ്ടായിരുന്നു, അത് ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആയി. അപ്പോൾ അതിനുശേഷം ഇവർ ജയിച്ചു വന്നു. പിന്നെ അതിനുശേഷം പത്രത്തിലൂടെയാണ് അറിയുന്നത് 23-ാം തീയതി അദ്ദേഹം നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത്. ഞാൻ അന്നേ വർക്ക് തുടങ്ങി, അവർ പറഞ്ഞു പോയി, അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങി, ജയിച്ചു. അതിനുശേഷം ഇത് പറഞ്ഞത് ശശി അങ്കിൾ എന്നോട്, നമ്മുടെ പൂജപ്പുരമുള്ള ശരണ്യ ശശി എന്നാണ് അദ്ദേഹത്തിന് പൊതുവെ ഇവിടെ പറയുന്നത്. അപ്പം അദ്ദേഹത്തിനോടാണ് ഞാൻ പോയി പറയുന്നത്, എനിക്കിങ്ങനൊരു സാധനം കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്, ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം നേരെ മേയറിന്റെ അടുത്ത് കൊണ്ടുപോകുമായിരുന്നു, നമുക്ക് സംസാരിക്കാം, കാരണം VV രാജേഷ് ആണ് ഞങ്ങളുടെ ഇവിടുത്തെ മുൻ കൗൺസിലർ. അപ്പൊ അദ്ദേഹത്തിനോട് സംസാരിച്ചു, അദ്ദേഹം അതിന്റെ സാധ്യതകൾ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ആദ്യം കൊടുക്കാൻ പറ്റൂലെന്നൊന്നും ഉറപ്പില്ലായിരുന്നു, പക്ഷെ അദ്ദേഹം അത് സാധിച്ചു തന്നു. പത്മനാഭനിലേക്ക് എത്തിയെന്ന് വെച്ചാൽ തിരുവനന്തപുരം, പത്മനാഭ സ്വാമിയുടെ മണ്ണാണല്ലോ ട്രിവാൻഡ്രം. അപ്പം ആദ്യമേ PM കൊടുക്കുമ്പോൾ അത് ട്രിവാൻഡ്രമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും വേണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പൊ പത്മനാഭസ്വാമി ആദ്യമേ ഫിക്സ്ഡ് ആയിരുന്നു, അത് എന്ത് പാറ്റേൺ ചെയ്താലും പത്മനാഭസ്വാമിയുടെ ഒരു എലമെന്റ് കൊണ്ടുവരണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ശരിക്കും ഈ നമ്മുടെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നിറപുത്തരിയുടെ നെല്ല് കിട്ടിയാൽ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെയായിരുന്നു ആദ്യത്തെ ആഗ്രഹം. കുറെ പ്ലാനിങ് ഉണ്ടായിരുന്നു, അതിൽ ഒരു ഇതാ പറഞ്ഞ്, പക്ഷെ നെല്ലൊന്നും കിട്ടിയില്ല. അപ്പോൾ പത്മനാഭന്റെ രൂപം 3D പ്രിന്റ് ചെയ്തെടുത്തിട്ട് ഒരു തീമിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ ഈ കുറെ പേജസ് ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ, ട്രിവാൻഡ്രം ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേജസ് ഉണ്ട്. അപ്പം അതിൽ വഴി സ്മാർട്ട് സിറ്റിയുടെ കുറച്ച് പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ട്രിവാൻഡ്രത്തിന്റെ ഡെവലപ്മെന്റ് എപ്പോഴും മനസ്സിലെപ്പോഴും ഒരു ആഗ്രഹമാണ്. അപ്പം അതും കൂടി തീമാക്കിയിട്ട് വിടർന്നു നിൽക്കുന്ന പൂക്കൾ പോലെ അത്രയും ഭംഗിയുള്ളതാവട്ടെ നമ്മുടെ ട്രിവാൻഡ്രം ഇനി അങ്ങോട്ട്, അനന്ത പത്മനാഭന്റെ മണ്ണ് എന്നൊരു തീമിലാണ് ആ ഒരു സാധനം ചെയ്തേക്കുന്നത്. അതിൽ പത്മനാഭന്റെ രൂപം 3D പ്രിന്റ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. ഒരു ടീക്വുഡ് ഫ്രെയിമിന്റെ അകത്ത് 3D പ്രിന്റ് ചെയ്ത് അനന്തപത്മനാഭ രൂപം എടുത്തിട്ട് ഹാൻഡ് പെയിന്റ് ചെയ്തു. ശേഷം 3 ലെയർ ശരിക്കുള്ള പൂക്കൾ വെച്ചിട്ട് റെസിൻ വർക്ക് ചെയ്ത് എടുക്കുമായിരുന്നു. ഒരു ആർട്ട് ഫോം, ഒരു മൊമെന്റുമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സാധനം. അങ്ങനെയാണ് അത് സമ്മാനിക്കുന്നത്. എങ്ങനെയാണ് നീതു ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരുന്നത്? തികച്ചും ഒരു കൗതുകത്തിന്റെ പുറത്ത് തുടങ്ങിയ ഒരു സംരംഭമാണിത്. പക്ഷെ ആദ്യം തുടങ്ങിയപ്പോഴേ ഇതൊരു ബിസിനസ് വ്യൂ പോയിന്റിൽ തന്നെയാണ് ഞാനിത് തുടങ്ങുന്നത്. മുന്നേ കുറച്ച് നാൾ മുന്നേ ഞാനിങ്ങനെ ടെറാക്കോട്ട, പേപ്പർ ക്വില്ലിങ്, അങ്ങനത്തെ ആർട്ട് വർക്ക് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ആക്ച്വലി എൻ്റെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാനൊരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ, ഞാൻ പഠിച്ച ബാക്ക്ഗ്രൗണ്ട് സിവിലാണ്, അപ്പം സിവിൽ റിലേറ്റഡ് വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്, പ്രൊജക്ട് എഞ്ചിനീയർ ആയിരുന്നു. അതിനുശേഷം വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു, കുറെ റെസിൻ വർക്കിന്റെ ഒക്കെ കുറെ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് ഇവിടെ ഒരു സാധ്യതയുണ്ടല്ലോ, ഇവിടെ അങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാർ കുറവാണ്.
അപ്പം എന്തുകൊണ്ട് അതിനൊരു ബിസിനസ് ആക്കിക്കൂടാ എന്നൊരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്. അങ്ങനെ ഒരു വുമൺ ഓൺടർപ്രണർ ആയപ്പോൾ ഫാമിലി എന്നുള്ള സപ്പോർട്ട് സിസ്റ്റം ഒക്കെ എങ്ങനെയായിരുന്നു? ബിക്കോസ് ഇങ്ങനെ ഒരു ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത് വന്ന ആളായതുകൊണ്ട് എങ്ങനെയായിരുന്നു ഒരു സപ്പോർട്ട്? ബ്രദറും ഹസ്ബൻഡും ആദ്യം മുതലേ ഓക്കെ, നീ എന്ത് വേണം ചെയ്തോ, ഞങ്ങൾ ഫുൾ ടൈം ബാക്കിലുണ്ട് എന്ന ഒരു സപ്പോർട്ടിലുണ്ടായിരുന്നു. പക്ഷെ അല്ലാണ്ട് പൊതുവെ അച്ഛനും അമ്മയ്ക്കും ബാക്കി എല്ലാവർക്കും ഒരു പേടിയായിരുന്നു. കാരണം സ്ഥിര വരുമാനമുള്ള ഒരു ജോലി അത് കളഞ്ഞിട്ട് ബിസിനസ്സിലോട്ട് പോകുന്നതോടെ അവർ സപ്പോർട്ട് അല്ലായിരുന്നു. ഒരു സൈഡിൽ കൂടെ കൊണ്ടുവെക്കും, ഒരു ഹോബി പേർപ്പസ് പോലെ കൊണ്ടുപോക്കോ എന്നൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അവർക്ക്. പക്ഷെ കാലക്രമേണ അത് മാറി എന്നിൽ കുറച്ചുകൂടി വിശ്വാസം അവർക്ക് വന്നു എന്നാണ് പറയും. ഇപ്പൊ ഫുൾ സപ്പോർട്ടാണ്. ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടിയപ്പോൾ എങ്ങനെയാണ് ഇപ്പൊ ഫാമിലി എന്നുള്ള അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ ഒരു നെയ്ബേഴ്സും ഒക്കെ എങ്ങനെയാണ് അതിന്റെ ഒരു റെസ്പോൺസ് വന്നത്? എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഈവൻ എന്റെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് വരെ ഞാൻ ഇങ്ങനെ റെസിൻ ചെയ്യും എന്നുള്ളതല്ലാണ്ട് ഇത് എന്താന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ലായിരുന്നു. ചെയ്യും, അവർക്ക് എന്തോ ഒരു ബിസിനസ് ഉണ്ട് എന്ന് മാത്രമേ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇത് അറിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ അവരും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങോട്ട് അറിഞ്ഞ് ചോദിക്കുന്നുണ്ട്, ഇത് എന്താണ് സാധനം, ഇത് എങ്ങനെയാണ്. എല്ലാവർക്കും ഒരു പ്രൗഡ് മൊമെന്റ് ആണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. കാണുമ്പോഴും കേൾക്കുമ്പോഴും വളരെ ഒരു സന്തോഷം എനിക്ക്. ഈ റെസിൻ നമ്മൾ പറയുന്നുണ്ട്, അത് എന്താണെന്ന് കുറച്ചും കൂടെ അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയോ? ശരിക്കും റെസിൻ ഒരു ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടൊരു മീഡിയം ആണ്, ഒരു മെറ്റീരിയൽ ആണ്. കാരണം നമുക്ക് കാണുമ്പോൾ വെള്ളം പോലെ ഇരിക്കും, ഒരു എണ്ണയുടെ ഒക്കെ ഒരു തിക്നെസ്സിലുള്ള ഒരു മെറ്റീരിയൽ ആണ് റെസിൻ എന്ന് പറയുന്നത്. അത് റെസിൻ ചുമ്മാ തരുന്നാൽ ഒരു ലിക്വിഡ് ഫോമിൽ തന്നെ ഇരിക്കും. അതിൻ്റെ അകത്ത് നമ്മളൊരു പ്രത്യേക റേഷ്യോയിൽ അതിന് കുറേ ടെക്നിക്സ് ഉണ്ട്. ഒരു ഹാർഡ്നർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രത്യേക പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് വരുമ്പോൾ 24 മണിക്കൂർ വരുമ്പോൾ കട്ടിയാവും. ആ 24 മണിക്കൂറിനുള്ളിൽ നമുക്കത് പല രീതിയിൽ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു മീഡിയം യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ റെസിൻ ആർട്ട് എന്ന് പറയുന്നത്. റെസിൻ ആർട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു റെസിൻ യൂസ് ചെയ്ത് നമുക്ക് പല പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ വേറെ ഇരിക്കുന്ന ജ്വല്ലറി മുതൽ ഈ ഫ്രണ്ടിലുള്ള ടേബിൾ വരെ, അല്ലെങ്കിൽ അതിനും അപ്പുറം നമുക്ക് റെസിൻ എന്നൊരു മീഡിയം യൂസ് ചെയ്തിട്ട് പല സാധനങ്ങൾ ചെയ്യാൻ പറ്റും. റെസിൻ ആർട്ട് നമ്മുടെ ഇങ്ങോട്ടേക്ക് കുറച്ചൊരു അത്ര ഒരു ഫേമസ് ആയിട്ട് പോപ്പുലർ അല്ല. പക്ഷെ കുറെ ആൾക്കാർക്ക് അറിയാം, എന്നാൽ മെജോറിറ്റി ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു ആർട്ട് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു. എങ്ങനെയാണ് നമ്മളിത് ആളുകളിലേക്ക് കുറച്ചുകൂടെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്? എങ്ങനെയാണ്? ഞാനിത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തുടങ്ങിയ സമയത്ത് ഞാനൊരു 5 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, റെസിൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നു കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ 2021 അവസാനം 2022 എങ്ങാണ്ടും ആയപ്പോൾ മഹിമ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് എല്ലാ ജനുവരി മാസത്തിലും സരസ്വതി മാം എന്നിട്ടൊരു മാം ഉണ്ട്, സരസ്വതി വാസുദേവൻ മാം ഓർഗനൈസ് ചെയ്യുന്ന ഒരു എക്സിബിഷൻ ഉണ്ട്. ആ എക്സിബിഷനിലാണ് ഞാൻ ആദ്യമായിട്ട് പബ്ലിക്കിലേക്ക് എത്തുന്നത്. ആ എക്സിബിഷനിൽ ഒരു സ്റ്റോൾ എടുത്തു, എൻ്റെ പ്രോഡക്റ്റ്സ് അവിടെ ഡിസ്പ്ലേ ചെയ്തു. അപ്പോഴത്തേക്ക് ആൾക്കാർ വന്നിട്ട് ഇത് എന്താ സാധനം, അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അന്ന് എൻ്റെ സ്റ്റോൾ ഭയങ്കര ഒരു ഹിറ്റ് ആയിരുന്നു. കാരണം ഒരു യുണീക്ക് ആയിട്ടൊരു സ്റ്റോൾ ആയിരുന്നു, ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രൊഡക്ട്സ് ആയിരുന്നു. അതിൽ നിന്ന് അപ്പോഴാണ് എൻ്റെ പബ്ലിക് എൻട്രി എന്ന് പറയുന്നത്. പബ്ലിക്കിലോട്ട് എൻ്റെ പ്രോഡക്ട്സ് എത്തുന്നത് അപ്പോഴത്തേക്കാണ്. എനിക്ക് പരിചയമില്ലാത്ത കസ്റ്റമേഴ്സ് വരുന്നതും ഒക്കെ അങ്ങനെയാണ്. അവിടെ നിന്നാണ് ഒരു ഹൈപ്പ് എനിക്ക് കിട്ടുന്നത്. ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയറിൽ നിന്നും നേരെ നമ്മുടെ ഒരു പാഷൻ ഡെവലപ്പ് ചെയ്ത് അതൊരു ഓൺടർപ്രണർഷിപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് മേജറായിട്ട് ഫേസ് ചെയ്തിരുന്ന ചലഞ്ചസ്? ഫേസ് ചെയ്യുന്ന ചലഞ്ച് ആദ്യം പൈസ. മെയിൻലി ഞാൻ മണി പറയാം. കാരണം സ്ഥിരം ഒരു വരുമാനം ഉണ്ടായിരുന്നത് പെട്ടെന്നൊന്ന് നമുക്ക്, അല്ലെങ്കിൽ മന്ത്ലി ഫസ്റ്റ് ഒരു 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇത്ര പൈസ വരുമായിരുന്നു. പക്ഷെ അത് നിന്നു. നമ്മൾ തന്നെ ജനറേറ്റ് ചെയ്ത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ആൾക്കാരെ കണ്ടുപിടിച്ച് നമ്മുടെ പ്രോഡക്റ്റ് എത്തിച്ച് നമ്മുടെ ഒരു വരുമാനം ഉണ്ടാക്കേണ്ട ഒരു ഇത് വന്നു. അത് ഒന്നാമത്തത്. പിന്നെ രണ്ടാമത് ഫാമിലിയുടെ സൈഡിൽ നിന്ന് ആദ്യം ഒരു എതിർപ്പുണ്ടായിരുന്നു. കാരണം ഒരു ഓണ്ടർപ്രണർ ജീവിതത്തിലോട്ട് പോകുമ്പോൾ ഒന്നാമത് എനിക്ക് എൻ്റെ ഫാമിലിയിലോ വേറൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഞാനാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത്. അപ്പം എന്നെ ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നതാണ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞു തരാൻ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിൻ്റെതായ തുടക്കത്തിലുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇതുവരെ ഇവിടെ ഇല്ലാതൊരു ബിസിനസ് റെസിൻ ആർട്ട് തുടങ്ങുവാണ്. ഓക്കെ, നമ്മളിത് ചെയ്യുന്നു, ഉണ്ടാക്കി വെക്കുന്നു, ആൾക്കാർ മേടിക്കുന്നു, ഞാൻ പെട്ടെന്ന് റിച്ച് ആവുന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അത് ഭയങ്കര തെറ്റായ ഒരു ധാരണയായിരുന്നു. കാരണം ആദ്യം കുറേ പൈസ ചെലവാക്കി ഞാൻ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ മേടിക്കുന്നു, റോ മെറ്റീരിയൽസ് മേടിക്കുന്നു, കുറേ സാധനങ്ങൾ. ഞാൻ കസ്റ്റമറിന് എന്താണ് റിക്വയർമെന്റ് എന്ന് അറിയാണ്ട് ഒന്ന് റിസർച്ച് ചെയ്യാണ്ട് ഞാൻ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു. അതൊന്നും ചിലവായി പോകുന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് കുറേ കാശ് നഷ്ടമാവുന്നു. പിന്നെ അല്ലാണ്ട് ഫിസിക്കലി കുറേ ഇഷ്യൂസ്, എങ്ങനെയാണ് സാധനങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് പ്രോപ്പറായിട്ട് അറിയാണ്ട് കുറേ ഇഷ്യൂസ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഞാൻ ചെയ്തത് അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തു. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കാണ് ഒന്ന് സ്റ്റേബിൾ ആയിട്ട് വന്നത്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതിന്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഫാമിലിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് ശരിയാകുമോ? എനിക്ക് സെൽഫ് ഡൗട്ട് വന്നിട്ടുണ്ട്. ഇത്
ഒരു പ്രൊഫഷൻ ആക്കി എടുക്കാൻ പറ്റുമോ, അത് സക്സസ് ആവുമോ, അങ്ങനെയൊക്കെ കുറെ ഡൗട്ട്ഫുൾ സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ സെൽഫ് ഡൗട്ട് ഉണ്ടാവുന്ന സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുക? ലൈക്ക് ഇപ്പൊ നമുക്ക് ഓർഡേഴ്സ് വരുന്നില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫെമിലിയർ ആവുന്നില്ല. നമുക്ക് കൂടുതലും ഇത് പുറത്തേക്കാണല്ലോ ആളുകൾക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഇവിടെ എങ്ങനെയാണ് അത് ആളുകളിലേക്ക് എത്തിക്കാനും അങ്ങനത്തെ ഉള്ള സ്റ്റെപ്സ് ഒക്കെ എങ്ങനെയാ, ഇനീഷ്യൽ സ്റ്റെപ്സ് എങ്ങനെയായിരുന്നു അതിന്റെ? ഇനിഷ്യലി ഞാൻ ഇങ്ങനെ കുറെ റീൽസ് ഒക്കെ വീഡിയോസ് ഉണ്ടാക്കി ഇടുമായിരുന്നു. പക്ഷെ അതൊന്നും റീച്ച് ആയില്ല. ടു ബി ഫ്രാങ്ക്, അതൊന്നും റീച്ച് ആയില്ല. ആൾക്കാരുടെ എക്സിബിഷൻസിന് എനിക്ക് എക്സിബിഷൻ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കാണ് പിന്നെയും ആൾക്കാരിലോട്ട് ഇതൊന്ന് എത്തുന്നത്. ഇതെങ്ങനെയാണ്, എന്താ സാധനം, നമ്മൾ വാക്കാൽ പറയുമ്പോൾ പലർക്കും അത് മനസ്സിലാവത്തില്ല. പ്രൊഡക്റ്റ് നേരിട്ട് കണ്ട് അതിന്റെ ഒരു ഭംഗി കാണുമ്പോഴത്തേക്കാണ് പലർക്കും അത് മനസ്സിലാവുന്നത്. അത് ഒന്നാമത്തേതായിരുന്നു. പിന്നെ അതിനുശേഷം ഇപ്പോ കുറെ ആൾക്കാർ ഇത് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പം പൊതുവെ ഇങ്ങനെ സംസാരം വരുമോ, ഈ കോമ്പറ്റീഷൻ കൂടുകയാണല്ലോ എന്നുള്ളത്. പക്ഷെ പേഴ്സണലി എനിക്കത് ഗുണപ്പെട്ടിട്ടേ ഉള്ളൂ. കാരണം ഒത്തിരി ആൾക്കാരിലോട്ട് ഇത് അറിയും, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഇത് ചെയ്യുന്നുണ്ട്, അല്ലെ ഇങ്ങനെ ഒരു മീഡിയം, ഇങ്ങനെ ഒരു ആർട്ട് ഫോം നിലനിൽപ്പുണ്ട് എന്നുള്ളത് ആൾക്കാരിലോട്ട് എത്തുമ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലി അത് യൂസ് ആയിട്ടേ ഉള്ളൂ. അത്രയും കുറച്ച് എനിക്ക് ആൾക്കാരോട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ഇങ്ങനെ ഒരു ആർട്ട് ഫോം ഉണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പം അതെനിക്ക് യൂസ്ഫുൾ ആയിട്ടേ ഉള്ളൂ. ഇതൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷനിലുപരി നമുക്ക് ഇതിന് ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് പ്രിസർവ് ചെയ്യാം, അത് ഫർണിച്ചറിലാണെങ്കിലും ഫ്ലോറിംഗിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു വേർട്ടിക്കൽസിലേക്ക് നമുക്ക് എത്രമാത്രം പോകാൻ പറ്റുന്നുണ്ട്? നോർമലി നമുക്ക് ഈ യൂട്യൂബ് വീഡിയോസിൽ ഭയങ്കര പ്രചാരത്തിൽ ഇപ്പോൾ ഉള്ളത് വർമാല പ്രിസർവേഷൻ സാധനമാണ്. അപ്പം പൊതുവെ ആൾക്കാർക്ക് എല്ലാവരും അറിയുന്നത് പ്രിസർവ് ചെയ്യാൻ പറ്റും, റെസിൻ യൂസ് ചെയ്ത് സാധനങ്ങൾ പ്രിസർവ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഹാരം മാത്രമേ പ്രിസർവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാധനം തോട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് DNA പ്രിസർവേഷൻ ഒത്തിരി പോകുന്നുണ്ട്. ആ DNA-ലും അതായത് കുഞ്ഞിന്റെ അംബ്ലിക്കൽ കോഡ്, ആദ്യമായിട്ട് പൊഴിഞ്ഞു പോയ പല്ല്, ചിലപ്പം ആദ്യമായിട്ട് തലമുടി എടുക്കുന്ന തലമുടി, അല്ലെങ്കിൽ കൺപീലി, ബ്രസ്റ്റ് മിൽക്ക്, അങ്ങനെയൊക്കെ പ്രിസർവേഷൻ ഉണ്ടെന്ന് കുറച്ച് ആൾക്കാർക്ക് അറിയാം. അപ്പൊ അത് റിലേറ്റഡ് പ്രിസർവേഷൻ വർക്കാണ് എനിക്കിപ്പോ മെജോറിറ്റി വരുന്നത്. അതിൽ നിന്ന് പ്രിസർവേഷൻ മാത്രമല്ല, നമുക്ക് വേറെ സാധ്യതകൾ ഉണ്ട് എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു. ഇപ്പം ജ്വല്ലറി ഒത്തിരി ചെയ്യാൻ പറ്റും. ബൊട്ടാണിക്കൽ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ട് വലിയൊരു മാർക്കറ്റ് തന്നെ ഉണ്ട്. അപ്പം അത് ഇപ്പം എല്ലാവർക്കും മിനിമൽ ജ്വല്ലറി വെയർ ചെയ്യാനാണ് താല്പര്യം. അപ്പൊ അതിൽ യുണീക്ക് ആയിട്ട് എന്തെങ്കിലും സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പ്രിസർവേഷൻ സാധനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ജ്വല്ലറി മാത്രമല്ല, അതോടൊപ്പം ഈ ഗിഫ്റ്റിംഗ് ഓപ്ഷൻസും വീട്ടിലെ ഡെക്കോർ പീസസും, അപ്പം ടേബിൾസും ഫർണിച്ചേഴ്സും, അങ്ങനെ പറ്റുന്ന സാധനങ്ങളെല്ലാം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നാണ് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ബൊട്ടാണിക്കൽ ജ്വല്ലറി പറയുന്നുണ്ട്, ഇത് എത്രമാത്രം നമുക്ക് എക്കോ ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ ഇതൊക്കെ പ്ലാസ്റ്റിക് ഫ്രീ ആണോ, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവാമല്ലോ. അപ്പൊ അത് ഇത് റെസിൻ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് അല്ല. ഇത് പൊതുവേ വരുന്ന ഡൗട്ട്, റെസിനെ കാണുന്നത് ഗ്ലാസ് ആണോ പ്ലാസ്റ്റിക് ആണോ, ഇത് രണ്ടുമാണ് കോമൺ ആയിട്ട് വരുന്നത്. ഇത് രണ്ടും അല്ല, ഇത് രണ്ടും അല്ലാണ്ട് ഒരു മെറ്റീരിയൽ ആണ് റെസിൻ എന്ന് പറയുന്നത്. ഇപ്പം ചോദിച്ചാൽ എക്കോ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് എക്കോ ഫ്രണ്ട്ലി ആണ്. ഇപ്പം നിലവിൽ ഞാൻ ചെയ്യുന്ന ജ്വല്ലറി എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബേസിൽ റെസിൻ വർക്കാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമുക്ക് സിൽവർ, ഗോൾഡ് അങ്ങനത്തെ മീഡിയത്തിലൊക്കെ ചെയ്യാൻ പറ്റും, ബ്രാസിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെയൊക്കെ കോസ്റ്റ് വൈസ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം അല്ലാണ്ട് വരുന്ന അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. പക്ഷെ മെജോറിറ്റി വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആകുമ്പോൾ കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എനിക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പം മെയിൻലി ഞാൻ ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. അത് വേറെ ഇഷ്യൂസ് ഒന്നും, ഇപ്പം നമുക്ക് അലർജി ഒന്നും വരുന്ന ഒരു മെറ്റീരിയൽ അല്ല നോർമലി സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഇപ്പം അലർജറ്റിക്, ഇപ്പം മെറ്റീരിയൽ സിൽവറിലും ഗോൾഡിലും ഒക്കെ അലർജി ഉള്ള ആൾക്കാർക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ പിന്നെ വേറെ ചെയ്യുന്നുണ്ട്. അതാണ് പ്രിഫർ ചെയ്യുന്നതും ചെയ്യുന്നതും. നമ്മൾ ഈ ഗോൾഡിലൊക്കെ ഇത് ചെയ്തെടുക്കുമ്പോൾ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണോ, ലൈക്ക് എങ്ങനെ? ഇപ്പൊ നമ്മൾ സപ്പോസ് ഇപ്പൊ നമ്മളൊരു വെഡിങ് റിംഗോ മറ്റെന്തെങ്കിലും നമ്മൾ ഇത് പ്രിഫർ ചെയ്യുകയാണെന്ന് വിചാരിച്ചു, ഒരു വെറൈറ്റി ആയിട്ട് ഇപ്പൊ എല്ലാവരും നോക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെ പ്രിഫർ ചെയ്യുമ്പോൾ വെഡിങ് റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ലോങ് ലാസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത് എത്രയായിരിക്കും അതിന്റെ ഒരു ഡ്യൂറബിലിറ്റി വരുന്നത്? റെസിൻ എന്ന് പറയുന്നത് ഭയങ്കര എപ്പോഴും ഡ്യൂറബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. അത് പിന്നെ അതിനൊരു നശിക്കുന്ന ഒരു സാധനം വരത്തില്ല നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അതായത് ഇപ്പം ഈവൻ ഒരു സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് റിംഗ് ആണെങ്കിൽ നമ്മൾ കയ്യിലിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മങ്ങും ഇല്ലേ. നമ്മൾ ഗോൾഡ് ഒക്കെ ആദ്യം മേടിക്കുന്ന ഒരു ഗ്ലോസിനെസ് കുറയും. അതേപോലെ തന്നെ റെസിനും ചെറിയൊരു ഗ്ലോസി കുറവ് ഉണ്ടാവും. പക്ഷെ അല്ലാണ്ട് അത് പൊട്ടിപ്പോവുക, കേടായി പോവുക, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. നമ്മൾ പണ്ടത്തെ ജുറാസിക് പാർക്ക് സിനിമ, അതിന്റെ അകത്ത് ഒരു മുട്ടയ്ക്കകത്തൊരു കൊതുകിരിക്കുന്ന ഒരു വിഷ്വൽ ഉണ്ട്. ശരിക്കും ആ മെറ്റീരിയലാണ് റെസിൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കുറെ ട്രീറ്റഡ്, അതിന്റെ ഒരു ട്രീറ്റഡ് വേർഷൻ ആണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ആർട്ട് എപ്പോക്സി അല്ലെങ്കിൽ ആർട്ട് റെസിൻ എന്ന് പറയുന്ന സാധനം. നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ആണല്ലോ കൂടുതലും, അതേപോലെ നമ്മൾ എക്സിബിഷൻസും ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുമ്പോൾ എപ്പോഴും ട്രസ്റ്റ് അല്ലെങ്കിൽ ഫ്രോഡ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവാൻ കുറെ കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് കസ്റ്റമേഴ്സിലേക്ക്? ആദ്യം എനിക്ക് അതിന്റെ ടെക്നിക്സ് ഒന്നും അറിയത്തില്ലായിരുന്നു. വെച്ചാൽ ഞാനൊരു വീഡിയോ ചെയ്തിടുന്നു, അപ്പം ഇതിന് പിന്നിൽ ആരാണ്, ഇത് ശരിക്കും ഒരാൾ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഫ്രോഡ് ആണോ എന്ന് അങ്ങനെ കുറെ എൻക്വയറീസും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്റെ ഫേസ് റിവീൽ ചെയ്യാൻ തുടങ്ങി. ഇത് ഞാനാണ് ചെയ്യുന്നത്, ഇന്ന സ്ഥലത്തിരുന്നാണ് ചെയ്യുന്നത്, ഇന്നതാണ് എന്റെ സ്ഥലം, അല്ലെങ്കിൽ ഇന്നതാണ് എന്റെ കോൺടാക്ട് നമ്പർ, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് പിന്നെയും ഒരു വിശ്വാസമാവും. അതും പോരാഞ്ഞ് അവർക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഇപ്പം ഫോൺ കോൾ ആയാലും അല്ലെങ്കിൽ മെസ്സേജ് വരെ ആണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് ഇത് റിപ്ലൈ ചെയ്ത് അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു വിശ്വാസം ഉണ്ടാവും. ഇതെങ്ങനെ അല്ലാണ്ട് നമ്മളെ പറ്റിക്കാൻ നോക്കും. അതായത് ഇപ്പം പേയ്മെന്റ്
കുറെ ഫ്രോഡ് സാധനമൊക്കെ ഉണ്ട്. പേയ്മെന്റ് അയച്ചുകൊണ്ട് സ്ക്രീൻഷോട്ട് ഒക്കെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഉണ്ടാക്കി അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം സാധനം ചെയ്ത് അയക്കൂ, ഞങ്ങൾ പേയ്മെന്റ് പിന്നെ തരാം, അങ്ങനത്തെ ഫ്രോഡ്ലൻസ് ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിട്ടുമുണ്ട്. ഈ പറഞ്ഞ മാതിരി നമ്മള് റിയൽ ആയിട്ടൊരു ബിസിനസ് ചെയ്യുന്നതാണോ എന്നുള്ളത് ഡൗട്ടും ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അതിനും ഈ എക്സിബിഷൻസ് ഒക്കെ ഒരു പരിധി വരെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്രാൻഡ് ഇന്ന സ്ഥലത്തോട്ട് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് മേടിച്ച ആൾക്കാരുടെ കസ്റ്റമർ റിവ്യൂസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഫ്രോഡ്ലന്റ് അല്ല, ഇത് റിയൽ ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് എന്നുള്ളത് അവർക്ക് കൂടി മനസ്സിലാവും. അത് നല്ലൊരു ഇതായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ 4 to 5 years ആയിട്ട് നമ്മൾ ഈ ബിസിനസ്സിലുണ്ട്. ഇതിനകത്തേക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള കുറച്ച് നോട്ട്സ് ഉണ്ടാവുമല്ലോ, അത് എന്തൊക്കെയാണ്? ഉണ്ട്, തീർച്ചയായിട്ടും. അതായത് ഞാൻ ഈ റെസിൻ ആർട്ട് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരാളിൽ നിന്ന് പഠിക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്റെ കയ്യിൽ നിന്ന് കുറെ പൈസ നഷ്ടമൊക്കെ വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് കുറെ നാൾ ഞാൻ വേസ്റ്റ് ചെയ്തു. അപ്പം അതിനുശേഷം ഞാനൊന്ന് സ്റ്റേബിളായി, എനിക്ക് ഇത് ആർട്ട് ഫോമിന്റെ കുറെ കാര്യങ്ങൾ മനസ്സിലായ സമയത്ത് ഞാൻ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്ക്ഷോപ്സ് ചെയ്യുന്നുണ്ട്. അത് പണ്ടും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതായത് അഡ്വാൻസ് ലെവൽ അല്ല ഞാൻ പറയണേ, ഈ ഒരു ആർട്ട് ഫോമിലോട്ട് ഇതിനെപ്പറ്റി അറിയാനും ഇത് എങ്ങനെയാണ് കിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് 2-3 ദിവസത്തെ അത്രയും ഗ്യാപ്പിലുള്ള ഒരു വർക്ക്ഷോപ്പ് ഞാൻ എടുക്കാറുണ്ട്. അതിനോട്ട് ആൾക്കാർ വരും, അപ്പോൾ അതുവഴി പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഓൺലൈൻ വർക്ക്ഷോപ്സ് അല്ല ഞാൻ എടുക്കുന്നത്, ഞാൻ ഓഫ്ലൈൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇത് നമ്മൾ സ്വന്തമായിട്ടിരുന്ന് ചെയ്ത് പഠിച്ചെടുക്കേണ്ട ഒരു സാധനമാണ്, ഫേസ് ടു ഫേസ് പഠിപ്പിക്കേണ്ട ഒരു സാധനമാണ്. അതുകൊണ്ട് ഓൺലൈൻ ചെയ്യുന്നവരുണ്ട്, പക്ഷെ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ഓഫ്ലൈൻ വർക്ക്ഷോപ്സ് ആണ്. കുറച്ചുകൂടി അവർക്ക് മനസ്സിലാവും. എന്തായാലും വർക്ക്ഷോപ്പിന് പൈസ ചെലവാക്കിയാണ് വരുന്നത്, അപ്പം അത് അവർക്കും കൂടി ഉപകാരപ്പെടണം എന്നുള്ളത് കൊണ്ട് ഓഫ്ലൈൻ ആണ് പ്രിഫർ ചെയ്യുന്നത്, വർക്ക്ഷോപ്സ് എല്ലാം. എന്താ ഈ പുതിയ ഓൺടർപ്രണേഴ്സ് വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത് നമുക്കിങ്ങനെ ഒരു ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് കുറെ നാൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കരുത്. കാരണം ഒരു ഡേ ബൈ ഡേ ഒത്തിരി സംരംഭങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആവുകയാണ്. അങ്ങ് ഇറങ്ങി ആ ഒരു ബിസിനസ് ആരുടെ ഹെൽപ്പ് ഉണ്ടോ ഹെൽപ്പില്ലയോ, നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതിലോട്ട് ഇറങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലാനിങ് വേണം. നമ്മുടെ പ്രൊഡക്റ്റ് ഇതായിരിക്കണം. നമുക്ക് ചെയ്ത് തുടങ്ങുമ്പം ഇപ്പം റെസിൻ ചെയ്യുന്ന കുറെ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ കുറെ ആൾക്കാരുണ്ട്. അവർ ആദ്യം ഒരാഴ്ച റെസിൻ വർക്ക് ചെയ്യും, പിന്നെ അത് കാൻഡിൽ മേക്കിങ്ങിലോട്ട് പോകും, പിന്നെ അത് മറ്റേ ഹാമ്പേഴ്സിലോട്ട് പോകും. എല്ലാം കൂടെ കുഴഞ്ഞൊരു പരുവത്തിലായിരിക്കും അവർ ചെയ്യുക. നിങ്ങൾക്ക് ഒരു സാധനം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുക. പെട്ടെന്നൊരു ഹൈപ്പോ പെട്ടെന്നൊരു ബിസിനസ് ജനറേഷനോ പ്രതീക്ഷിക്കരുത്. സ്ലോ ആയിരിക്കും. അത് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ജയിക്കും. ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്തിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ കയ്യിൽ വന്നിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതിനുശേഷം അത് എങ്ങനെയൊക്കെ ഇത് ബിസിനസ്സിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്? എനിക്ക് നല്ലപോലെ എൻക്വയറീസ് വരുന്നുണ്ട്. കാരണം എൻക്വയറീസ് വരുന്നതല്ലാണ്ട് ഇങ്ങനെ ഒരു ആർട്ട് ഫോം ഉണ്ട് എന്ന് കുറെ പേര് തിരിച്ചറിഞ്ഞു. ഇതെന്താണ് ഈ റെസിൻ ആർട്ട്, ഇത് എങ്ങനെയാണ് എന്നുള്ളത് കുറെ ആൾക്കാർ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഇതിന്റെ സാധ്യതകൾ എന്താണ്, നമുക്ക് ഇന്ന കാര്യങ്ങളെ എനിക്കും കുറെ പുതിയ ഐഡിയാസ് വരുന്നുണ്ട്. ഇങ്ങനത്തെ കോൾ വഴി ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് ഇത് യൂസ് ചെയ്യാമല്ലോ എന്നൊരു ഐഡിയ എനിക്കും വരുന്നുണ്ട്. അങ്ങനത്തെ കോൾസ് വരുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ കുറെ നാളായിട്ട് ഇങ്ങനെ ഒരാളെ നമ്മൾ നോക്കി നടക്കുമായിരുന്നു, നമ്മുടെ നാട്ടിലെ ഒരാളെ നോക്കി നടക്കുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ കോൾസ് വന്നിട്ട് എല്ലാം ബിസിനസ്സിലോട്ട് ജനറേറ്റ് ആവുന്നില്ല. ഇപ്പൊ ഒരു 100 കോൾ വന്നാൽ മേ ബി 1-2 ആയിരിക്കും ബിസിനസ്സിലോട്ട് ജനറേറ്റ് ആവുന്നത്. ബട്ട് സ്റ്റിൽ എന്നെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവ് റിഫ്ലക്ഷൻ തന്നെയാണ്. 2026 ആഗ്രഹ സാഫല്യത്തിന്റെ ഒരു വർഷമായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം 2025 ജൂണിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റർ സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടു, രജനി സാറിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ട്. അപ്പോൾ അതിനെ ഇപ്പം PM ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്തൊക്കെയാണ് അങ്ങനെ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? രജനി സാറിന്റെ ഒരു ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നരേന്ദ്രമോദി സാറിന്റെ ഒരു ഒറിജിനൽ ഇമേജ് എനിക്ക് കിട്ടി, എന്റെ ഗിഫ്റ്റ് കയ്യിരിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ എപ്പോഴും നമ്മളൊരു സക്സസ്ഫുൾ എത്തിക്കും. രജനി സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു ഫാനാണ് ഞാനും എന്റെ ഹസ്ബൻഡ്. ഞങ്ങള് സാറിന്റെ ഫിലിം എപ്പോൾ ഇറങ്ങിയാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞങ്ങൾ പോയി കാണും. അന്ന് മനസ്സിൽ വന്നൊരു സാധനമാണ്, എൻ്റെ ഒരു ആർട്ട് വർക്ക് അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് എത്തുന്നു, അത് പിടിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുന്നു, ഫോട്ടോ വരുന്നു, അങ്ങനെ ഒരു സാധനം. ഇപ്പൊ എന്റെ ഒരു സാധനം PM-ലോട്ട് എത്തി. ഈ PM-ലോട്ട് എത്തിയത് ഞാൻ പറഞ്ഞില്ല, അതിന്റെ സ്റ്റെപ്സ് അത്ര ഈസി ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തുമോ ഇല്ലയോ എന്ന് പോലും എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം ഇവിടെ പ്രവർത്തകർ വന്നപ്പോഴത്തേക്കാണ് ജയിച്ചാൽ ഇങ്ങനെ ഒരു അവസരം കിട്ടാനുള്ള സാധ്യതയെ പറ്റി പറഞ്ഞത്. അവർ ജയിക്കൂല്ലെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷെ ഞാൻ ആ സാധനം ഉണ്ടാക്കി, അവർ ജയിച്ചു, എനിക്ക് അതിനൊരു അവസരം കിട്ടി. ഇത് അദ്ദേഹത്തിന് കൊടുക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ ഞാനാണത് കൊടുത്തതെന്ന് അദ്ദേഹത്തിന് അറിയിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഇത് കൊടുക്കുന്ന സമയത്ത് മേയർ സർ പറയുന്നുണ്ടായിരുന്നു PM-നോട് എന്താണ് ആർട്ട് വർക്കിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ പറ്റി അറിയാമോ, എന്നെ അദ്ദേഹം അറിയോ എന്നൊരു ഡൗട്ട്ഫുൾ ആണ്. ഞാൻ അപ്പോഴേ ലെറ്റർ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം സ്റ്റേജിൽ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ആദ്യം ചെയ്ത് ഞാൻ എഴുതി വെച്ചിരുന്ന ലെറ്റർ ആദ്യമേ PM-നോട്ട് പോസ്റ്റ് ചെയ്യാവുന്നതായിരുന്നു.
അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. സക്സസ്ഫുൾ ആയത് എന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലക്ഷ്യം, ഒരു സാധനം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും, എപ്പോഴേലും കിട്ടും. അത് പ്രോപ്പറായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മളൊരു സാധനം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായും നമ്മളിലേക്ക് എത്തും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ആഗ്രഹത്തിലായിരിക്കും എപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇടയ്ക്ക് വെച്ച് എപ്പോഴും നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞു സെൽഫ് ഡൗട്ട് ഉണ്ടാവും എന്നുള്ളതും. ഇങ്ങനെ ഒരുപാട് പേർക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാവുന്നുണ്ടാവും, നമുക്ക് ഒരുപാട് സൈഡിൽ നിന്ന് നെഗറ്റീവ്സ് വന്നിട്ടുണ്ടാവും. അതിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അല്ലെങ്കിൽ അങ്ങനെ മെമ്മറബിൾ ആയിട്ട്, അല്ലെങ്കിൽ ഇന്നും അത് മനസ്സിൽ കോറിയിടുന്ന പോലത്തെ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഇത് പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് വന്നത്, എനിക്ക് 2023 എന്റെ കേരളം അല്ലെങ്കിൽ കേരളീയം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ സംസ്ഥാന സർക്കാരിന്റെ കുറെ പരിപാടി വരുന്നുണ്ട്. കേരളീയത്തിന് ഞാനൊരു സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല സക്സസ്ഫുൾ ആയിരുന്നു. ഒരാഴ്ചത്തെ സ്റ്റോൾ ആയിരുന്നു. എനിക്ക് നല്ലപോലെ സെയിലും ഒക്കെ ഉണ്ട്. നല്ലൊരു ഹാപ്പി, ഒരു പീക്ക് മൊമെന്റ് അതായിരുന്നു ആ ഒരു സമയത്ത്. അത് കഴിഞ്ഞ് എക്സിബിഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. എനിക്ക് സ്പൈനൊരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസത്തോളം ബെഡ് റെസ്റ്റ് ആയിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സെൽഫ് ഡൗട്ട് ആയിരുന്നു. എന്റെ ബിസിനസ് ഡൗൺ ആയി പോകുമോ, ബാക്കി കുറെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നുണ്ട്, അവർ കയറി പോകുമോ, എന്റെ ബിസിനസ് ഡൾ ആവും എന്നൊക്കെ. ഇങ്ങനെ എക്സിബിഷൻ പിന്നെ ബുക്ക് ചെയ്ത സ്റ്റോൾസ് ഒന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് കുറച്ച് ബാക്കിലോട്ട് പോയി. പക്ഷെ ആ സമയത്ത് ഞാൻ ഫുൾ ഒരു ബെൽറ്റ് ഇട്ടോണ്ടായിരുന്നു. ഞാൻ ആ ബെൽറ്റ് ഇട്ട് വർക്ക് ചെയ്യുമായിരുന്നു. എന്റെ ഓർഡേഴ്സ് ഞാൻ ക്യാൻസൽ ചെയ്തില്ല. കാരണം എല്ലാവരും പറഞ്ഞു നീ ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ഇത് കുറച്ച് ഹാർഡ് വർക്ക് വേണ്ട. ഞാൻ ഫിസിക്കലി ഹാർഡ് വർക്ക് വേണ്ട ഇതാണ്. നമ്മൾ സാൻഡിങ് മെഷീൻ എടുത്ത് വർക്ക് ചെയ്യണം, നമ്മൾ റെസിൻ ഇതിന്റെ നല്ല വെയിറ്റ് ഉണ്ടാവും, അങ്ങനെ കുറച്ച് വെയിറ്റ് ഒക്കെ എടുക്കേണ്ട ഒരു വർക്കാണ്. അപ്പം ആ ഫിസിക്കലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ, നിനക്കൊരു സ്റ്റേബിൾ ഇൻകം ഉണ്ടല്ലോ, ഒരു ജോലി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പഠിച്ച സിവിലാണ് പഠിച്ചത്, അപ്പൊ അതിലോട്ട് തന്നെ തിരിച്ചു പൊക്കൂടെയും ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ എയിം ഇതാണ്, എനിക്ക് ഇതിൽ സക്സസ്ഫുൾ ആയി കാണിച്ചു കൊടുക്കണം എന്നൊരു ഇതായിരുന്നു. അപ്പം അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ വയ്യാണ്ട ടൈമിലും ഞാനത് വർക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് സക്സസ്ഫുൾ ആവും, ഞാൻ സക്സസ്ഫുൾ ആയി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം കിട്ടിയപ്പോൾ ഞാൻ നല്ല കോൺഫിഡന്റ് ആയിരുന്നു. അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ പോലെ അനിയനും ഹസ്ബൻഡും നല്ല മാതിരി സപ്പോർട്ട് ചെയ്തത്. നിതിനാണ് അനിയന്റെ പേര്, മിഥുനാണ് ഹസ്ബൻഡിന്റെ പേര്. രണ്ടുപേരും ഫുൾ ടൈം അപ്പുറം ഇപ്പുറം നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ കോൾസ് ഒക്കെ വരാറുണ്ടോ ആരുടെയെങ്കിലും സൈഡിൽ നിന്ന്? ലൈക്ക് ഇപ്പൊ എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ പ്രൈസ് ടാക്സ് ഒക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ എൻക്വയറീസ് വരാറുണ്ടോ? അത് ഷെയർ ചെയ്യാറുണ്ടോ? അത് ശരിക്കും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ വർക്ക് തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ, അവർക്ക് ഇങ്ങനെ ഒരു സാധനം തുടങ്ങാനുണ്ട്, എനിക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുമോ, നിങ്ങളുടെ പ്രൈസ്. ഇപ്പം വേറെ ഇത് വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് അവരുടെ ഒരു ഒറിജിനൽ ഐ ഡിന്നായിരിക്കില്ല മെസ്സേജ് ചെയ്യുക, അവരുടെ പേഴ്സണൽ ഐ ഡി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ത്രൂ മെസ്സേജ് അയച്ചിട്ട് ഇതിന്റെ റേറ്റ് ചോദിക്കും. അപ്പൊ ആദ്യം നമ്മൾ റേറ്റ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും. ഒരു കസ്റ്റമറിലേക്ക് ആക്ട് ചെയ്തിട്ട് നമ്മുടെ ഇങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും. അപ്പൊ നമ്മളിങ്ങനെ ബ്ലബ്ല എല്ലാം പറയും. ഇതിന്റെ ഒരു എനിക്ക് പേഴ്സണലി അതിനോട് ഒരു എതിർപ്പുണ്ട് അങ്ങനെ ചോദിക്കുന്നതോട്. അത് കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എന്റെ 5 വർഷത്തെ ജേർണി അല്ലെങ്കിൽ ഈ ഒരു ജേർണി എന്ന് വെച്ചാൽ അത്ര സ്മൂത്ത് ആയിരുന്നില്ല. കുറെ കഷ്ടപ്പെട്ട് നമ്മൾ കണ്ടുപിടിച്ച കുറെ ഡീറ്റെയിൽസ് ആണ്. അപ്പം ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ സ്പൂൺ ഫീഡിങ് പോലെ എല്ലാ സാധനങ്ങളും ഒരാളുടെ നിന്ന് കോപ്പി അടിച്ച് അല്ലെങ്കിൽ അത് കേട്ട് അതുപോലെ ചെയ്ത് ഇൻസ്പയർ ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഇച്ചിരി ഹാർഡ് വർക്ക് കൊണ്ട് ഇടണം. നമ്മൾ നമ്മുടേതായ വെൻഡേഴ്സിനെ കണ്ടുപിടിച്ച് നമ്മുടേതായ രീതിയിൽ ചെയ്യണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു റെസിൻ വർക്ക് ആണല്ലോ ചെയ്യുന്നത്. പല ബ്രാൻഡിന്റെ റെസിൻ ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന റെസിൻ ആയിരിക്കില്ല മറ്റൊരാൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് സക്സസ്ഫുൾ ആയ സാധനം മറ്റേ ആൾക്ക് ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല. അവരത് സാമ്പിൾ മേടിച്ച് ചെയ്ത് നോക്കിയാലേ അവർക്കത് യൂസ്ഫുൾ ആവൂ, അവർക്കത് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഡയറക്റ്റ് വന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാറില്ല. പക്ഷെ ബേസിക് ആയിട്ട് ഈ സാധനങ്ങൾ എവിടെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇന്ന റൂട്ടിൽ പോയാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം ഈവൻ വർക്ക്ഷോപ്സ് എടുക്കുമ്പോഴത്തേക്കാണെങ്കിലും കുറെ വെൻഡേഴ്സ് ഉണ്ട്, ഒരു 10-100 വെൻഡേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 5-10 വെൻഡേഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യും. എന്റെ വർക്ക്ഷോപ്പിന് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഇന്ന കടയിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും, ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ എവിടെ കിട്ടും, ഇപ്പം ട്രിവാൻഡ്രത്ത് ഓഫ്ലൈൻ ആയിട്ട് മേടിക്കുകയാണെങ്കിൽ ഇന്ന ഷോപ്സിൽ ആ സാധനങ്ങൾ കിട്ടും എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യും. അവിടുന്ന് അവർ പിച്ച് ഔട്ട് ചെയ്യണം. അവിടുന്ന് ബാക്കി ഇന്ന വർക്ക് ചെയ്യാൻ ഇതിന്റെ കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള സാധനം എവിടെ കിട്ടും, അല്ലെങ്കിൽ ഇന്ന സാധനത്തിന്റെ പോസിബിലിറ്റീസ് ഇതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് ഇന്ന മെറ്റീരിയൽ ഇതിനകത്ത് യൂസ് ചെയ്യാന്നുള്ളത് ബാക്കി അവരുടെ കയ്യിലാണ്. അവരത് ഡെവലപ്പ് ചെയ്തെടുക്കണം. നമുക്ക് ഫുൾ ജേർണിയിൽ കൂടെ നിൽക്കാൻ പറ്റില്ല, പക്ഷെ സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പം നന്ദഗോവിന്ദം ഭജൻസിന് വേണ്ടിയിട്ട് ഒരു കീ ചെയിൻ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്വന്തമായിട്ട് ലൈക്ക് ആ ഒരു തീം സ്വന്തമായിട്ട് അങ്ങനെയാണോ, അതോ അവരുടെ എന്തെങ്കിലും കണ്ട് ഇൻസ്പയർഡ് ആയതാണോ? അതേപോലെ തന്നെ നമ്മൾ ചെയ്ത ഒരു വർക്ക് അതിന്റെ ഒരു റെപ്ലിക്ക പോയ അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അതെ നന്ദഗോവിന്ദന്റെ കാര്യം പറയാം. എനിക്ക് നന്ദഗോവിന്ദൻ ഭജൻസ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഇപ്പം കുറച്ച് നാളായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അതിൽ അവരുടെ ഭജൻ തന്നൊരു ഇമ്പാക്ട് ഭയങ്കര ഒരു സൂപ്പനിങ് ഇതാണ് അവരുടെ ഒരു ഭജൻ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സാധനം കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അവർ പൂജപ്പുര വന്നപ്പോൾ എന്റെ സ്ഥലത്ത് വന്നപ്പോൾ
ഞാൻ ഉണ്ടാക്കി വെച്ചൊരു സാധനം കൊടുക്കുമായിരുന്നു. അതിൻ്റെ അകത്ത് വന്നേക്കുന്ന ഒരു സൈഡിൽ അവരുടെ ലോഗോ, അപ്പുറത്തെ സൈഡിൽ അവരുടെ ഭജൻ കേൾക്കുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് ഫീൽ ആണ് വരുന്നത്. അപ്പം പോസിറ്റിവിറ്റീനെ സൂചിപ്പിക്കുന്ന 1-2 സിമ്പിൾസ് ആണ് വെച്ചത്. ഹീലിംഗ് ഹാൻഡ്സ്, പിന്നെ അല്ലാണ്ട് സൺ മൂൺ തീം, അതായത് 24/7 പോസിറ്റിവിറ്റി കിട്ടുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് തീം ബേസ് ആയിട്ട് ഒരു പോസിറ്റിവിറ്റി ഉള്ള രീതിയിലാണ് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഈ റെപ്ലിക്ക പറഞ്ഞില്ലേ, നമ്മുടെ സാധനങ്ങൾ റെപ്ലിക്ക ചെയ്യുന്നുള്ളത് അങ്ങനെ വരാറുണ്ട്. ഇപ്പം ഒരു ബീച്ച് തീം ചെയ്യുന്നു, ബീച്ച് എല്ലാവർക്കും കാണാൻ പറ്റും, അത് എല്ലാവരും അതുപോലെ വർക്ക് ചെയ്യും. അത് റെപ്ലിക്ക എടുക്കുന്നതുകൊണ്ട് എനിക്ക് തെറ്റായിട്ട് തോന്നില്ല. അപ്പൊ എന്റെ വർക്കിൽ ഇൻസ്പയർ ആയിട്ട് കുറെ പേര് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെ വർക്കിൽ ഇൻസ്പയർ ആയിട്ട് ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷെ ഡിറ്റോ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് ഇത് വരുന്നത്. അപ്പൊ നമ്മളൊരു കസ്റ്റമർ പാറ്റേൺ അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്റ്റഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ന പാറ്റേണിലാണ് വർക്ക് ചെയ്യുന്നത്, ഇന്ന സാധനങ്ങളാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നമ്മുടെ തന്നെ പേജിൻ്റെ അകത്തുള്ള ഇമേജ് എടുത്ത് അവരുടെ പേജിലിട്ടിട്ട് ഇത് ഞാൻ ചെയ്ത വർക്കാണ് എന്ന് പറഞ്ഞ് കസ്റ്റമറിനെ വേറൊരാളെ പറ്റിക്കുമ്പോഴത്തേക്കാണ് ഇഷ്യൂ വരുന്നത്. അല്ലാണ്ട് ഇത് കണ്ട് റെപ്ലിക്ക ചെയ്യുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അല്ലാണ്ട് പേറ്റന്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും, അത് ചെയ്യുമ്പോൾ ലോ വൈസ് കുറച്ച് ഇഷ്യൂസ് വരാം, അങ്ങനെയുള്ളൂ. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. റെപ്ലിക്ക ചെയ്യുന്നതുകൊണ്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്നില്ല, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഗുണം വരത്തേ ഉള്ളൂ. ആദ്യത്തെ വർക്ക് എന്തായിരുന്നു? അത് എപ്പോഴും നമുക്ക് സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. അല്ല, അതിപ്പോ എന്താണ് ആദ്യമായിട്ട് ചെയ്തു തുടങ്ങി? എന്താണ് ആദ്യമായിട്ട് ചെയ്ത ഒരു കീ ചെയിൻ ആണ്. അതിന്റെ അകത്ത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ഉള്ളിപ്പൂവുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്തത്. പക്ഷെ അത് ഫ്ലോപ്പ് ആയിരുന്നു. കാരണം അത് എങ്ങനെയാണ് ഈ ഫ്ലവർ പ്രിസർവ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഉള്ളിപ്പൂ അതിൻ്റെ അകത്തിരുന്ന് വാടിക്കരിഞ്ഞു പോയി. ഒരു കീ ചെയിൻ ആണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത്. കാരണം പ്രസന്റ് തുടങ്ങുന്ന എല്ലാവരും ബേസിക് ആയിട്ട് ഫസ്റ്റ് ചെയ്യുന്ന ഒരു കീ ചെയിൻ തന്നെയായിരിക്കും, അതിനുള്ള മോൾഡ് ആയിരിക്കും അവൈലബിൾ. ഫസ്റ്റ് ചെയ്ത ഒരു കീ ചെയിൻ ആണ്, അത് പോയി, കേടായി പോയി. എന്താ ചെയ്തതി വെച്ചൊരു സിഗ്നേച്ചർ ഐറ്റം ആയിട്ട് കീപ്പ് ചെയ്യുന്നത് ഒരു ഓഷ്യൻ വർക്ക് ഉണ്ട്. അതിന്റെ അകത്ത് ശരിക്കും യൂസ് ചെയ്തിരിക്കുന്നത് റിയൽ കോറലും റിയൽ ഷെല്ലും ഒക്കെയാണ്. നമുക്ക് ഈ റെസിന്റെ അകത്ത് കുറെ എഫക്റ്റ് ഒക്കെ ചെയ്തു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ അകത്തൊരു റിപ്പിൾ എഫക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒരു വെള്ളത്തുള്ളി വീഴുമ്പോൾ ഇങ്ങനെ റൗണ്ട് വെള്ളത്തിൽ വരത്തില്ല, ആ ഒരു സാധനം ആർട്ട് വർക്കിലോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. പിന്നെ അതോടൊപ്പം എനിക്ക് വെള്ളം ഭയങ്കര പേടിയുള്ള ഒരാളാണ്. ഇപ്പൊ വാട്ടർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അപ്പം അതിന് ഓവർകം ചെയ്യാൻ വേണ്ടി സ്കൂബ ഡൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂബ ഡൈവ് ചെയ്ത സമയത്ത് ഞാൻ അതിന്റെ അടിയിൽ കണ്ടൊരു കാഴ്ച അതെനിക്ക് റെപ്ലിക്കേറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തൊരു വർക്കും കൂടിയാണിത്. അപ്പം അതിനോട് എനിക്ക് കുറച്ച് പേഴ്സണൽ ഇഷ്ടം കൂടുതലുണ്ട്. അതിന്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മളിപ്പോൾ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് നമ്മൾ ട്രഡീഷണൽ റിലീജിയസ് പരമായിട്ടൊക്കെ പല ആളുകളും പല കാര്യങ്ങളും കീപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വീട്ടിൽ വെച്ചാൽ അല്ലെങ്കിൽ അതൊരു പോസിറ്റീവ് എനർജി തരും, അത് നമുക്ക് ഈ റെസിൻ ആർട്ടിൽ ചെയ്യാം, അങ്ങനെ തോന്നിയ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ട്. എന്നാൽ ഞാൻ പറയുമ്പോൾ നമ്മൾ ഈവിളൈ ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ വേറെ ഏതൊക്കെ ഒരു ഈവിളൈന്റെ പെൻഡന്റ് ആണ്, അത് നമുക്ക് ഇതുപോലെ ചെറിയ ജ്വല്ലറി ആയിട്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വിശ്വാസമുള്ള ആൾക്കാരോടാണ് പറയണത്, പറ്റും. പിന്നെ അല്ലാണ്ട് ഇപ്പം പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ ചെറിയ രൂപങ്ങൾ, ഇപ്പം ചിലപ്പോൾ ഗ്ലാസ് കൊണ്ടായിരിക്കും, ചിലപ്പോൾ വുഡ് കൊണ്ടായിരിക്കും, ചിലപ്പോൾ അതൊരു ക്രോസ് ആയിരിക്കും, അത് ഒരു യേശുവിന്റെ രൂപമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗണപതിയുടെ രൂപമായിരിക്കും. എന്തെങ്കിലും അവരുടെ കയ്യിലുള്ള ഒരു സാധനം എന്റെ കയ്യിൽ കൊണ്ട് തന്നാൽ എനിക്ക് അതിനെ റെസിനിൽ റെപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേ സെയിം രൂപത്തിന് റെസിനിലോട്ട് കൺവേർട്ട് ചെയ്ത് റെസിൻ യൂസ് ചെയ്ത് സെയിം രൂപം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റും. അതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അവർ പറഞ്ഞ പോലെ ഐറ്റംസ് പ്രിസർവ് ചെയ്യാൻ, ഇപ്പം അമ്പലത്തിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും പ്രസാദമായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഒരു ചരടായിരിക്കും, നമുക്ക് അത് അതിൻ്റെ അകത്ത് പ്രിസർവ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിൽ നമുക്കത് വച്ചാൽ 100% പോസിറ്റിവിറ്റി വരും. അങ്ങനെയൊന്നുമല്ല ഞാൻ പറയണത്, ഒരാൾക്കാരുടെ വിശ്വാസം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഫാമിലിയെ കുറിച്ചൊക്കെ ഒന്ന് പറയുമോ? ആരൊക്കെയാണ് വീട്ടിലുള്ളത്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, ഞാൻ, ഇതാണ് എൻ്റെ ഫാമിലി. ഞാൻ കല്യാണം കഴിഞ്ഞു, മിഥുൻ എന്നാണ് ഹസ്ബൻഡിന്റെ പേര്. അവിടെ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, ഇത് ഞങ്ങളൊരു ഇത്രയാണ് ഒരു ഹോൾ ഫാമിലി എന്ന് പറയുന്നത്. അനിയൻ ബാംഗ്ലൂരിലാണ് സെറ്റിൽഡ് ആണ്, ആളൊരു സൗണ്ട് എഞ്ചിനീയർ ആണ്, നിതിൻ എന്നാണ് പേര്. ഹസ്ബൻഡ് മിഥുൻ, ആള് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയാണ്, ഒരു ഓതറാണ്. ഒരു കെസിയ എന്നൊരു ബുക്കൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. അച്ഛനും അമ്മയും ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരുന്നു, റിട്ടയർഡ് ആണ്. അവിടെ അച്ഛനും അമ്മയും എംപ്ലോയീസ് ആയിരുന്നു, റിട്ടയർ ആയി. അമ്മ ഹൗസ് വൈഫാണ്. ഹാപ്പി ഫാമിലി. ചേട്ടൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, ചേച്ചി ഗവൺമെന്റ് ഇതിൽ വർക്ക് ചെയ്യുവാണ്. സ്മോൾ ഫാമിലി. ഓക്കെ. അപ്പോൾ സെൽഫ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും അല്ലെ? പ്രത്യേകിച്ച് വുമൺ ഓൺടർപ്രണേഴ്സ് ആവാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു പ്രചോദനമായിട്ട് ലൈക്ക് സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് ഉറപ്പായിട്ട് നമുക്ക് സക്സസ് കൊണ്ടുതരും എന്നതിനൊരു വലിയ ഉദാഹരണമാണ് ഇത്രയും നേരം നമ്മളോടൊപ്പം പങ്കെടുത്ത നീതു. സോ താങ്ക് യു സോ മച്ച് നീതു, ഇത്രയും നേരം നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തതിനും അതേപോലെ മനസ്സിലുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം നന്നായി നടക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. താങ്ക് യു.